യിലേക്ക് സ്വാഗതം. നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ എഡിറ്റിംഗ് ഡാറ്റ, നമ്മുടെ ഡാറ്റ എഡിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള എക്സലിൽ എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ ഫീഡ് ചെയ്യുകയാണ്. ആപ്പിൾ 10 ഓറഞ്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ, പെട്ടെന്ന് ടൈപ്പ് ചെയ്യുന്നതുകൊണ്ടാണ്. നോക്കൂ, ഫസ്റ്റ് നമുക്കൊരു കാര്യം നോക്കാം. നമുക്ക് ഫൈൻഡ് ആൻഡ് റീപ്ലേസിനെ കുറിച്ച് പഠിക്കാം. അപ്പം ഫൈൻഡ് എന്താണെന്ന് നമുക്കറിയാം. ഒരു കാര്യം നമുക്ക് കണ്ടുപിടിക്കുക. റീപ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനം നമ്മൾ അതിനെ മാറ്റുക, റീപ്ലേസ് ചെയ്യുക. അപ്പോൾ അത് രണ്ടും നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മുടെ ഈ ഷീറ്റിൽ ഒരു കാര്യം, നമുക്കൊരു ലെറ്റർ അല്ലെങ്കിൽ ഒരു ഫിഗർ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് കണ്ടുപിടിക്കുവാൻ വേണ്ടി ഇവിടെ ഞാനിപ്പം 3 പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇപ്പം നമ്മുടെ വർക്ക് ബുക്കിൽ കുറേ അധികം വേർഡുകളുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് ഒരു വേർഡ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഇന്ന് നമുക്ക് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് 2 മെത്തേഡുണ്ട്. ഒന്ന് ഷോർട്ട് കട്ട് മെത്തേഡും ഉണ്ട്, ലോങ് മെത്തേഡും ഉണ്ട്. ആദ്യം ഞാൻ ലോങ് മെത്തേഡ് കാണിക്കാം. ഇവിടെ നമുക്ക് വരേണ്ടത് ഹോം എന്ന ടാബിൽ വരിക. അതിനുശേഷം ഈ ലാസ്റ്റിൽ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, എഡിറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഈ എഡിറ്റിംഗ് എന്ന ഈ ഗ്രൂപ്പിനകത്തിൽ ഫൈൻഡ് ആൻഡ് സെലക്ട് എന്ന് പറയുന്ന ഇത് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഫൈൻഡ് എന്ന് കാണിക്കുന്നു. നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഫൈൻഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫൈൻഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു ഇൻ്റർഫേസ് വരും. ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന് പറയാനാണ് ഇത് വരുന്നത്. അപ്പോൾ എനിക്ക് ഫൈൻഡ് ദാറ്റ്, എന്താണ് എനിക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്? ഓക്കെ, എന്താണ് എനിക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്? എനിക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് 100 ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഈ ഷീറ്റിൽ എവിടെയാണ് 100 എന്ന് ഞാൻ ഫൈൻഡ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഞാൻ ഫൈൻഡ് നെക്സ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ ദേ ഇവിടെ കർസർ വന്ന് നിൽക്കുന്നു. ഇവിടെ ഗ്രീൻ കളറിൽ ഹൈലൈറ്റ് ആയിട്ടുണ്ട്. ഞാൻ കുറച്ചിട്ട് സൂം ചെയ്യാം. കേട്ടോ, ഇതാണ്. അപ്പോൾ എനിക്ക് വേണ്ടത് എ വേണം. ഇവിടേക്ക് എ ഉണ്ടെന്ന് എ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫൈൻഡ് നെക്സ്റ്റ് കൊടുത്തപ്പം ഇവിടെ എ ഉണ്ട്. എ ഉള്ള സെല്ലെല്ലാം ഇത് റാൻഡംലി ചെക്ക് ചെയ്യും. ഫൈൻഡ് ആൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് എവിടെയൊക്കെ ഉണ്ടെന്ന് ഇവിടെ നമുക്ക് കാണിച്ചു തരും. കണ്ടോ, ഇവിടെ എല്ലാം ഉണ്ട്, എ എന്ന് നമുക്ക് കാണിച്ചു തരും. ഇനിയിപ്പോൾ ഷോർട്ട് കട്ട് മെത്തേഡ് ആണെങ്കിൽ നമ്മൾ കൺട്രോൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ F എന്ന ലെറ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വരുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ ആപ്പിൾ എന്ന് ക്ലിക്ക് ചെയ്യുകയാണ്, ആപ്പിൾ. എന്നിട്ട് ഞാൻ ഫൈൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ആപ്പിൾ വന്നു. അപ്പോൾ ഞാൻ ഫൈൻഡ് എന്നുള്ള ഫംഗ്ഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിന് ശേഷം നമുക്ക് ഇനി അടുത്ത് റീപ്ലേസ് എന്നുള്ള ഒരു ഒരു ഫംഗ്ഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ റീപ്ലേസ് എന്താണ്? എനിക്കിപ്പം എ എന്നൊരു ലെറ്ററിന് പകരം എനിക്ക് ബി വേണം. അതായത് നമ്മളിപ്പം എക്സൽ വർക്ക്ഷീറ്റിനകത്തിൽ കുറേ ഡാറ്റകളൊക്കെ കാണും. അപ്പം നമുക്ക് എല്ലായിടത്തും പോയി ഇതുകൂട്ടൊരു ചെറിയ മൈനർ മിസ്റ്റേക്ക് നമുക്ക് തിരുത്താൻ പറ്റത്തില്ല. അപ്പോൾ അതിനാണ് ഈ റീപ്ലേസ് എന്നുള്ള ഒരു സംഭവം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ എ എന്നുള്ള ഒരു ലെറ്ററിന് പകരം എനിക്ക് ബി അവിടെ ചേർക്കണം. അപ്പോൾ ഞാൻ ഈ റീപ്ലേസ് എന്ന് പറയുന്ന ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. ഈ റീപ്ലേസ് ക്ലിക്ക് ചെയ്തു. അപ്പം ഫസ്റ്റ് അവർ ചോദിക്കുന്നത് എന്താണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം അങ്ങനെയാണ്, എന്താണ് ഫൈൻഡ് ചെയ്യേണ്ടത്, അതിനെതിരെ റീപ്ലേസ് ചെയ്യുക. ഓക്കെ, ഫൈൻഡ് വാട്ട്, എന്താണ് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്? എനിക്ക് എ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. എയോട് കൂടി നിങ്ങൾക്ക് എന്താണ് റീപ്ലേസ് ചെയ്യേണ്ടത്? എനിക്ക് ബി ആണ് റീപ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഓർക്കുക. അപ്പം ഇവിടെ റീപ്ലേസ് ആൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എവിടെയൊക്കെ ഈ ഷീറ്റിൽ എവിടെയൊക്കെ എ ഉണ്ടോ അതെല്ലാം ബി ആയി മാറുകയും, ഇവിടെ റീപ്ലേസിന് കൊടുത്തു വെച്ചാൽ നമ്മൾ എവിടെയാണോ കർസർ സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടുത്തെ മാത്രമാണ്. ഇത് ഫൈൻഡ് ആളെന്ന് കൊടുത്തിരിക്കുന്നത് എവിടെയൊക്കെ നമുക്ക് എ ഉണ്ടെന്ന് ഫൈൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇപ്പം ഫൈൻഡ് നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ എൻ്റെ കർസർ ഇവിടെ ആപ്പിളിലാണ്. ഫൈൻഡ് നെക്സ്റ്റ് എന്ന് കൊടുക്കുമ്പോൾ വേറെ എവിടെയാണ് എ ഉള്ളത് അവിടെയാണ്.
ഫൈൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് ഇവിടെ ഫൈൻഡ് ചെയ്ത് എനിക്ക് ഇവിടുത്തെ എ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഞാൻ റീപ്ലേസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ എ ചേഞ്ചായി ബി ആവും. പിന്നെ എനിക്ക് അടുത്ത ഇതിലേക്ക് പോയി കഴിഞ്ഞിട്ട് ഞാൻ റീപ്ലേസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ എ റീപ്ലേസ് ആയി ബി ആവും. അപ്പോൾ എനിക്ക് എല്ലാ റീപ്ലേസും ചെയ്യണമെങ്കിൽ റീപ്ലേസ് ആൾ കൊടുക്കുക. അപ്പം ഞാൻ റീപ്ലേസ് ആളിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ആൾ ഡൺ, വി മെയ്ഡ് 8 റീപ്ലേസ്മെൻറ്റ്. 8 സ്ഥലത്ത് ഇത് റീപ്ലേസ് ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓക്കെ അവിടെ തന്നെ ക്ലോസ് ചെയ്ത് നോക്കാം. കണ്ടോ, ബി ആപ്പിൾ എ മാറി ബി ആയി, ബി മാറി ഇവിടെയായി മാംഗോയുടെ എ മാറി. അപ്പോൾ എവിടെയൊക്കെ നമുക്ക് എ ഉണ്ടായിരുന്നോ, ഇപ്പോൾ റീപ്ലേസിൻ്റെ ഈ മാറി കണ്ടോ, എവിടെയൊക്കെ നമുക്ക് എ ഉണ്ടായോ അതെല്ലാം നമ്മുടെ ബി എന്ന് പറയുന്ന ലെറ്ററായി. അപ്പോൾ നമ്മൾ ഫൈൻഡ് ആൻഡ് റീപ്ലേസ്. അപ്പോൾ ഓർക്കുക, നമുക്ക് അതിൻ്റെ ഷോർട്ട് കട്ടാണ് Ctrl+F. കൺട്രോൾ ഞെക്കി പിടിച്ചുകൊണ്ട് കഴിഞ്ഞാൽ എഫ് എന്നുള്ള ലെറ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഫൈൻഡ് ആൻഡ് റീപ്ലേസിൻ്റെ ഇത് വരുന്നതാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഗോ ടു എന്ന് പറയുന്ന ഫംഗ്ഷനെ സെറ്റ് ചെയ്യാം. ഗോ ടുവിൻ്റെ ഷോർട്ട് കീ ആണ് Ctrl+G. Ctrl+G ഞെക്കി കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗോ ടു കിട്ടും. അല്ലെങ്കിൽ അതുപോലെ നമുക്ക് ഹോമിൽ പോയതിന് ശേഷം എഡിറ്റിംഗ് എന്ന ഈ ഒരു ഗ്രൂപ്പിൽ നിന്നും നമുക്ക് അത് എടുക്കാവുന്നതാണ്. ഇവിടുന്ന് ഗോ ടു എടുക്കാവുന്നതാണ്. ഇപ്പം തന്നെ ഇത് ക്യാൻസൽ ചെയ്യേണ്ട ഇവിടുന്ന് ഗോ ടു എടുത്തു. ഓക്കെ, അപ്പോൾ എന്താണ് അപ്പം ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ ഈ എക്സലിലെ ഓരോ സെല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റോയും കോളവും ജോയിൻറ്റ് ചെയ്യുന്ന ഒരു ഫങ്ഷൻ, ഒരു ഒരു സ്പേസിനെയാണ് നമ്മൾ സെല്ലെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇവിടെ ഓരോ സെല്ലിനും അതിൻ്റേതായ പേരുണ്ട്. എങ്ങനെയാണെന്നറിയോ? ഇപ്പോൾ ഈ ഒരു സെല്ല് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? ഇവിടെ C9 കണ്ടോ, ഇവിടെ C9 സെൽ അഡ്രസ് C9 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കണം, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെൽ നെയിം A9 ആണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ് A9? അതായത് ഇവിടെ നമുക്കറിയാം ഇതെല്ലാം കോളം അഡ്രസ്സാണ്. ABCD എല്ലാം കോളമാണ്. 1 2 3 എല്ലാം റോയാണ്. റോ വരുന്നു, 10ാമത്തെ റോ വരുന്നു, അതിൽ ആൽഫ എ എന്ന ലെറ്റർ വരുന്നു, ജോയിൻറ്റ് ചെയ്യുന്നു ഇവിടെ. അതാണ് A10. എ എന്ന കോളം, 10 എന്ന റോ. അതുപോലെ എല്ലാ സെല്ലിനും അതുപോലെ അതിൻ്റേതായ പേരുകൾ ഉണ്ട്. അത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഗോ ടു ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗോ ടു നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് നമുക്ക് എവിടെയാണോ ചെല്ലേണ്ടത്, A10ലാണ് ചെല്ലേണ്ടതെങ്കിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ A10 ചെല്ലും. അപ്പോൾ അതാണ് ഗോ ടുവിൻ്റെ ഉപയോഗം. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് യൂസിങ് അൺഡു റീഡു ആണ്. അൺഡു റീഡു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പം 10 20 ഓക്കെ, ഇപ്പം എനിക്ക് ബാക്കിലേക്ക് പോകാൻ അൺഡു ആണ് പറയുന്നത്. അത് ഇവിടെ ടോപ്പിൽ ലെഫ്റ്റിൽ കാണാൻ സാധിക്കും. കണ്ടോ, അൺഡു റീഡു കൊടുത്തിട്ടുണ്ട്, അൺഡു റീഡു. അപ്പം ഇവിടെ ക്ലിക്ക് ചെയ്യുക. 10 20 ഞാൻ ടൈപ്പ് ചെയ്തു. അപ്പം ഞാൻ ബാക്കിലോട്ട് പോകാൻ വേണ്ടി ക്ലിക്ക് ചെയ്തു. അപ്പം 20 പോയി. പിന്നെ ബാക്കിലോട്ട് പോയാൽ 10 പോയി. ഇനി എനിക്ക് റീഡു ചെയ്യണമെങ്കിൽ ഇപ്പോഴത്തെ ബട്ടണിൽ ടൈപ്പ് ചെയ്യുക. 10 വന്നു, പിന്നെ 20 വന്നു. ഓക്കെ, പക്ഷേ നമ്മൾ കൺട്രോൾ സേവ് ക്ലിക്ക്, നമ്മളിത് ഫയൽ സേവ് ചെയ്തതിന് ശേഷം റീഡു ആവും. സേവ് ചെയ്തതിന് ശേഷവും റീഡു ആകും. ഇപ്പോൾ എക്സാമ്പിൾ നമ്മളിവിടെ ഇത് ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഫയലിനെ സേവ് ചെയ്യാൻ Ctrl+S എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് കൺട്രോൾ സേവ് ചെയ്യാം. അപ്പോൾ സേവ് ചെയ്തതിന് ശേഷവും നമുക്ക് അൺഡു റീഡു നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും, നിങ്ങളിപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഇത് കണ്ടോ, ഇത് സേവ് എന്ന ഒരു ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ആവും. അതോടൊപ്പം അവിടെ കർസർ വെച്ച് കഴിഞ്ഞാൽ സേവ് കണ്ടോ, Ctrl+S എന്ന ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ അൺഡു റീഡു നോക്കി. ഇനി നമുക്ക് നോക്കാനുള്ളത് എഡിറ്റിംഗ് ഫോർമുല / ഫങ്ഷൻസ്. എഡിറ്റിംഗ് ചെയ്യണമെങ്കിൽ നമുക്കിപ്പോൾ ഈ മാംഗോ നമുക്കിപ്പം ഇപ്പോൾ ഇവിടെ ഒരു ലെറ്ററാണ്, ഇത് നമുക്ക് എഡിറ്റ് ചെയ്യണം. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ
നമ്മുടെ കർസറിൽ ഇവിടെ 2 ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു കർസർ ആക്റ്റീവ് ആവും. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ഈ കർസർ ഉപയോഗിച്ച് നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ട് മാംഗോ ചെയ്യാം. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, മുകളിലത്തെ ടാബ് എല്ലാം ഇതായി ലോക്കായി. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും ആക്റ്റീവ് ആവത്തില്ല. ഇത് വെളിയിൽ വന്ന്, അതായത് ഈ എഡിറ്റിംഗ് ആക്ഷനിൽ നിന്നും നമ്മൾ വെളിയിൽ വരുമ്പോഴാണ് ഇതെല്ലാം ആക്റ്റീവ് ആവുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ നമുക്ക് ORANG നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി വേറൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളിവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു സ്പേസ് കാണാം, ഇവിടെയും നമുക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് ഗ്രേപ്സ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ എന്താണോ അമെൻമെൻറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ സെല്ലിലും ചേഞ്ച് ആവുന്നു. അപ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ഈ സെല്ല് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ സ്പേസിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. അപ്പോൾ എഡിറ്റിംഗ് ഫോർമുല നമ്മുടെ സെല്ല് കണ്ടൻറ്റ് ഓവർ റൈറ്റിംഗ് ഒക്കെ നമുക്ക് പഠിച്ചു. ഇനി എഡിറ്റിംഗ് ഫോർമുല, ഇവിടെ 10, 20, 100 എന്നീ സംഖ്യകൾ കൊടുത്തിരിക്കുന്നു. എനിക്ക് ഇതിൻ്റെ സം കാണണം. അപ്പോൾ നമ്മുടെ ഇതിൽ തന്നെ ഓപ്ഷൻ ഉണ്ട്, ഓട്ടോ സം കാണാനുള്ള ഫംഗ്ഷൻ ഉണ്ട്. ഓട്ടോ സമ്മിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി ഈക്വൽ ടു സം ഈ സെല്ല് തൊട്ട് ഈ സെല്ല് വരെ കിട്ടണം, എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് വരും. അപ്പോൾ നമുക്ക് ഈ 130 എന്നുള്ള ഒരു സെല്ല് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്താ കാണാൻ പറ്റുന്നത്, ഈ ഫോർമുലയെ നമുക്ക് കാണാൻ പറ്റും. ഈ ഫംഗ്ഷൻ്റെ ഫോർമുലയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി ഒരെണ്ണമുണ്ട്. നമ്മൾ മാനുവലി ഫീഡ് ചെയ്യുകയാണെങ്കിൽ ഈക്വൽ ടു സം എന്താണ് ചെയ്യേണ്ടത്, ഈക്വൽ ടു സം നമുക്ക് ഈ സെല്ലെ പ്ലസ് ഇത് H4 പ്ലസ് H5 എന്നിട്ട് നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ അടിക്കുന്നു. ഇതേ വാല്യൂ തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ കുറച്ച് ടൂൾസ് ഓൾറെഡി ടെംപ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് ഫങ്ഷൻസ് എക്സലിൽ കിട്ടത്തില്ല, അപ്പോൾ നമ്മളത് മാനുവലി ഫീഡ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ നോക്കൂ, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫംഗ്ഷൻ നമുക്ക് എഡിറ്റ് ചെയ്യണം എങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പ്ലസ് എന്നുള്ള ഹൈഫൻ കൊടുത്തിട്ട് നെക്സ്റ്റ് ഒരു സംഖ്യ നമുക്ക് ആഡ് ചെയ്യാം, നെക്സ്റ്റ് ഒരു സെല്ല് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആണെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് നമ്മൾ ഇപ്പോൾ കണ്ടോ, ഇതെന്താ കാരണം എന്നറിയോ? കാരണം നമ്മളിത് ഈ സെല്ലിൻ്റെ ഇവിടെ മനസ്സിലാവുന്നില്ല ഇത് ഏത് സെല്ലാണെന്ന്. ഇവിടെ ക്ലിക്ക് ചെയ്ത് എൻ്റർ ചെയ്യുക, അപ്പോൾ അത് മനസ്സിലാവുന്നില്ല. കണ്ടോ, അതാണ് നമ്മൾ ഫോർമുല നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം. നമ്മളങ്ങനെ ഇപ്പോൾ ഇതിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് എനിക്ക് ഇവിടെ ഇങ്ങനെ ഫോർമുലയിൽ എന്തെങ്കിലും ഡിഫറൻസ് ചെയ്യുമ്പോഴും അതിൻ്റെ ആ സമ്മിൻ്റെ ആ കാൽക്കുലേഷൻ മാറിപ്പോകും. അതായത് H3 മുതൽ H5 എന്ന ഒരു സെഗ്മെൻറ്റ് ഇത് സെല്ല് കറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവിടെ എന്തെങ്കിലും നമ്മൾ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ സമ്മ് പോവും. കണ്ടോ, H50 വരെ നമ്മൾ പോയി, നമ്മൾ എൻ്റർ അടിക്കുക. അപ്പം കണ്ടോ, ആ സെല്ലിൻ്റെ വാല്യൂ തന്നെ ഫൗണ്ട് ആവുന്നില്ല. അപ്പോൾ അതാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.